നമസ്തേ. കുറൂരമ്മയുടെയും ഉണ്ണിക്കണ്ണൻ്റെയും അതിമനോഹരമായ കഥയുടെ 6ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. ഇത് അവസാന ഭാഗമാണ്. അപ്പോൾ പുറയന്നൂരില്ലത്തെ ഗൗരി അന്തർജനം അടാട്ട് കുറൂരില്ലത്ത് കുടിവയ്ക്കപ്പെട്ട് വിഖ്യാതയായ കുറൂരമ്മയായി തീർന്നതിന് പിന്നിലുള്ള കഥ. നിഷ്കാമമായ ഭക്തിയും നിഷ്കളങ്കമായ സ്നേഹത്തിനും ലോകത്തിനു തന്നെ മാതൃകയായ കുറൂരമ്മയുടെ ജീവിത ചരിത്രം. അപ്പോൾ ഒരിക്കൽ നിൻമുഖം മനസ്സിൽ തെളിഞ്ഞാൽ ഒരിക്കലും മായുകിൽ എൻ്റെ കണ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥയുടെ അവസാന ഭാഗം പറയുകയാണ്. 5ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് കണ്ണന് കുറൂരമ്മയുടെ പാട്ട് വളരെ ഇഷ്ടമാണ്. കുറൂരമ്മ ശ്രുതി മധുരമായി പാടും. അമ്മയുടെ പാട്ട് കേട്ട് ആസ്വദിക്കാൻ വേണ്ടി കണ്ണൻ പലപ്പോഴും അറിഞ്ഞു നിന്നിട്ടുണ്ട്. കണ്ണന് നിവേദ്യം ഒരുക്കിയ ശേഷമാണ് അമ്മ പാടാനിരിക്കുന്നത്. അമ്മയുടെ പാട്ട് കേട്ടാൽ കണ്ണൻ എവിടെയുണ്ടെങ്കിലും ഓടിയെത്തും. ഒരു ദിവസം പതിവ് പോലെ അമ്മ ഇങ്ങനെ പാടി തുടങ്ങിയിട്ടും കണ്ണനെ കാണുന്നില്ല. കണ്ണൻ്റെ കാൽത്തളക്കിലുക്കവും പൊട്ടിച്ചിരിയും കേൾക്കാതായപ്പോൾ അമ്മയുടെ കണ്ണും മനസ്സും ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നിട്ടും അമ്മ പാട്ട് നിർത്തിയില്ല. കണ്ണനെ കാണാതെ പാട്ട് നിർത്തില്ലെന്ന് അമ്മ ദൃഢനിശ്ചയം ചെയ്തു. ഒടുവിൽ കണ്ണൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പരിഭവിച്ചു. എന്തിനാ കണ്ണ അമ്മയെ പരീക്ഷിക്കുന്നത്? എന്നെ കണ്ട അമ്മ പാട്ട് നിർത്തില്ലേ? അമ്മയുടെ പാട്ട് കേൾക്കാനാ ഞാൻ ഒളിച്ചു നിന്നത്. വില്ലുമംഗലം സ്വാമിയാരെ പോലെ എനിക്ക് അകക്കണ്ണൊന്നും ഇല്ലയെന്ന് കണ്ണൻ അറിയാലോ. പിന്നെന്തേ ഇങ്ങനെ? കുറൂരമ്മ കണ്ണ് തുടച്ച് വാത്സല്യത്തോടെ കണ്ണനെ ചേർത്ത് നിർത്തി ആ കവിളിലും നെറുകയിലും തലോടിയപ്പോൾ കണ്ണൻ അമ്മയുടെ മടിത്തട്ടിൽ ഒരു കളിക്കുഞ്ഞായി മാറി. പാലും വെണ്ണയും മോരും തൈരും പാൽപ്പായസവും ഒക്കെ കണ്ണന് വളരെ പ്രിയപ്പെട്ട വിഭവങ്ങളാണ്. കണ്ണ് നിറച്ച് കാണണം, എന്നാലേ കണ്ണന് തൃപ്തിയാവുകയുള്ളൂ. ഒരു പാത്രത്തിൽ കുറച്ചെടുത്താണ് വില്ലുമംഗലം നേദിക്കാറുള്ളത്. അപ്പോൾ ഉരുളിയിൽ പായസത്തിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ കണ്ണൻ അത് ഇഷ്ടമായില്ല. ഇന്ന് എന്താച്ചാ ഇത്ര കുറച്ച്? അപ്പോൾ കുറവൊന്നും ഇല്ല കണ്ണ, ഉണ്ണിക്ക് വയർ നിറഞ്ഞാൽ പോരെ, മതിയല്ലോ, തരൂ. കണ്ണൻ പായസത്തിന് ഇങ്ങനെ കൈ നീട്ടി നിന്നു. വില്ലുമംഗലം അകത്തേക്ക് പോയിട്ട് പായസം എടുത്തു. എന്നിട്ട് പുറത്ത് വന്ന് ഇങ്ങനെ വരുമ്പോൾ കാണാൻ കണ്ണനൊപ്പം അതേ പ്രായത്തിലുള്ള 16 ഗോപാലന്മാർ കൂടി പായസത്തിനായി കാത്തു നിൽക്കുന്നു. പായസം വളരെ കുറച്ചേയുള്ളൂ. സ്വാമിയാർ ആകെ ധർമ്മസങ്കടത്തിലായി. കണ്ണനും ഗോപാലന്മാരും കൂടി പായസത്തിന് കൊതി കൂട്ടുന്നു. ഇതെങ്ങനെ പങ്കുവയ്ക്കും? വയർ നിറച്ച് കൊടുക്കാമെന്ന് കണ്ണന് വാക്കു കൊടുത്തതാണ്. അപ്പോൾ ഇത് പങ്കുവെച്ചാൽ വെറും ഇലച്ചീന്തിലെ പ്രസാദമായി മാറും. വില്ലുമംഗല സ്വാമിയാർ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിന്ന് വിയർത്തു. പായസം തരുവച്ചാ. കണ്ണനും കൂട്ടുകാരും പായസം ഇങ്ങനെ ഭുജിക്കാനായി നിരന്നിരുന്നു. കണ്ണനും കൂട്ടുകാർക്കും പായസം വിളമ്പാൻ കഴിയാതെ വില്ലുമംഗലം സ്വാമിയാർ നിന്ന് വിയർക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ കൂട്ടുകാരോടായി പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് നോക്കട്ടെ. വില്ലുമംഗലം നേരത്തെ അകത്ത് പോയി ഉരുളി വടിച്ച് ഉള്ളത് മുഴുവൻ എടുത്തുകൊണ്ട് പോന്നതാണ്. പിന്നെ എവിടെ നിന്നാണ് കണ്ണന് പായസം കിട്ടുക? സ്വാമിയാർ ഒന്നും പറഞ്ഞില്ല. കണ്ണൻ പോയി നോക്കി വരട്ടെ എന്ന് കരുതി. കണ്ണൻ്റെ കൂട്ടുകാരെ പരിചയപ്പെട്ട് ഓരോരോ വിശേഷങ്ങൾ ചോദിച്ചു നിൽക്കുമ്പോഴാണ് ആ അത്ഭുത ദൃശ്യം സ്വാമിയാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണൻ നിറച്ചു പായസമുള്ള ഒരു ഓട്ടുരുളി താങ്ങിയെടുത്തുകൊണ്ട് വിഷമിച്ചു വരുന്നു. സ്വാമിയാർ ഓടിച്ചെന്ന് ഉരുളി ഇങ്ങനെ താങ്ങിയെടുത്ത് താഴെ വെച്ച് കണ്ണനും കൂട്ടുകാർക്കും മതിയാവോളം വിളമ്പിക്കൊടുത്തു. കണ്ണനോടൊപ്പം താഴെയിരുന്ന പായസം കുടിച്ച് ആസ്വദിക്കുന്ന ഗോപാലന്മാരെയെല്ലാം പീലിത്തിരുമുടി കെട്ടുള്ള കണ്ണന്മാരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവരെല്ലാം വില്ലുമംഗലത്തിൻ്റെ കൺമുമ്പിൽ നിന്ന് ഓടിമറഞ്ഞു. എല്ലാം ഒരു സ്വപ്നം പോലെ. കണ്ണന് വേണ്ടി പ്രത്യേകം പാൽ കുറുക്കി ഇങ്ങനെ വറ്റിച്ച് ചൂടാറ്റി മൺകലത്തിൽ ഒഴിച്ചു വയ്ക്കും രാത്രിയിൽ. വെണ്ണ പുളിക്കാതിരിക്കാൻ കുറച്ച് മാത്രം തൈര് പാലിൽ ഒഴിക്കുള്ളൂ. പുളി കൂടിയാൽ വെണ്ണ കഴിക്കുമ്പോൾ കണ്ണൻ കണ്ണ് ചിമ്മി അടച്ച് പുളിപ്പിൻ്റെ കാഠിന്യം കാണിച്ചു തരും. പൂജാമുറിയിൽ നിന്നിറങ്ങിയാൽ വെയിൽ കനക്കുന്നതിന് മുമ്പേ കുറൂരമ്മ തൈര് കടയാനിരിക്കും. വെയിലിന് കനം വെച്ചാൽ പിന്നെ വെണ്ണ ഇങ്ങനെ കൂടിക്കിട്ടില്ല. എന്നും കുറൂരമ്മ തൈര് കലക്കാനിരുന്നാൽ ഉടനെ മണം പിടിച്ച് കണ്ണനെത്തും. തൈര് കലത്തിന് മുന്നിൽ കണ്ണനും ഇങ്ങനെ കുറിഞ്ഞിപ്പൂച്ചകളും ക്ഷമയോടെ കാത്തിരിക്കും. പിന്നെ കണ്ണൻ്റെ ക്ഷമ കെടും. കൊതി സഹിക്കാൻ വയ്യാതാകുമ്പോൾ കണ്ണൻ കടക്കോലിൽ കടന്നു പിടിക്കും. ചിലപ്പോഴൊക്കെ കടക്കോല് കൊണ്ട് കൈത്തണ്ടയിൽ കൊട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം കൊതി സഹിക്കാതെ തൈര് കലത്തിൽ കൈയിട്ടതാണ് പ്രശ്നമായത്. വെണ്ണ ഇങ്ങനെ കൂടി തുടങ്ങിയപ്പോൾ കുറച്ച് തോണ്ടിയെടുത്ത് കയ്യിൽ വച്ചു കൊടുത്തതാണ്. അത് നുണഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണൻ വീണ്ടും കൈനീട്ടി. വെണ്ണ കൂടട്ടെ കണ്ണ, തരാമെന്ന് പറഞ്ഞിട്ടും കൊതി അതിന് ക്ഷമ വേണ്ടേ? അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞിട്ട് കൊതി അടക്കാൻ പറ്റാതെ കണ്ണൻ തൈര് കലത്തിൽ കൈയിട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. പിന്നൊന്നും ചിന്തിച്ചില്ല. ഒരു കയറെടുത്തു. എന്നിട്ട് കണ്ണനെ പിടിച്ച് തൂണിൽ കെട്ടിയിട്ടു. കുറൂരമ്മ തൈരെല്ലാം കടഞ്ഞു കഴിഞ്ഞ് കുറച്ച് ഉരുട്ടിയെടുത്ത് കണ്ണന് വായിൽ വെച്ച് കൊടുത്ത ശേഷമേ കെട്ടഴിച്ച് വിട്ടുള്ളൂ. അത്രയും നേരം പിണങ്ങി മുഖം കറുപ്പിച്ച് ഒന്നും മിണ്ടാതെ തൂണിൽ കിടക്കുകയായിരുന്നു കണ്ണൻ.
കുറൂരമ്മ ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചു. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കൂട്ടുകിട്ടിയത് 2 ദിവ്യാത്മാക്കളെയായിരുന്നു. യോഗീശ്വരനായ ശ്രീ വില്ലുമംഗലം സ്വാമിയാരും ചോറ്റാനിക്കര ദേവി ഭക്തനായ ചെമ്മങ്ങാട്ട് നമ്പൂതിരിയും. ദുഃഖങ്ങളെല്ലാം പൂർവജന്മാകൃതമായ പാപത്തിൽ നിന്നുടലെടുക്കുന്നതാണെന്നും ഏത് ദുഃഖത്തെയും അതിജീവിക്കാനുള്ള സിദ്ധൌഷധം ഈശ്വര സേവയും തിരുനാമ സങ്കീർത്തനങ്ങളുമാണെന്നും വില്ലുമംഗലം സ്വാമിയാർ കുറൂരമ്മയെ ഇടയ്ക്കിടെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. കുറൂരമ്മയുടെ ഭക്തി അനിർവചനീയമാണ്. അത് ഈ ഭൂമിയിൽ മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ്. പരമഭക്തിയായ കുറൂരമ്മയോട് ത്രികാലജ്ഞാനിയായ വില്ലുമംഗലം സ്വാമിയാർ പറഞ്ഞു, മനുഷ്യൻ ഈശ്വരനോടടുക്കുമ്പോൾ മനസ്സമാധാനവും മുക്തിയും ലഭിക്കും. ഈശ്വരനെ സ്മരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഐശ്വര്യം താനേ കൈവരികയും ചെയ്യും. ഈശ്വരനെ മറന്ന് അഹങ്കരിച്ച് കാര്യങ്ങളോടടുക്കുമ്പോഴാണ് മനുഷ്യന് പരാജയം നേരിടേണ്ടി വരുന്നത്. ഭക്തിയുടെ പാരമ്യത്തിൽ പ്രപഞ്ചം മുഴുവൻ ഭഗവന്മയമായി തോന്നുകയും ജ്ഞാനമുദിക്കുകയും ചെയ്യും. ജപവ്രതങ്ങൾ മനസ്സിനെ ശാന്തമാക്കും. കലിയുഗത്തിൽ ഈശ്വര സാക്ഷാത്കാരം സുസാധ്യമാക്കുന്ന ഒരനുഷ്ഠാനമാണ് നാമജപം. എല്ലാവിധ ഈശ്വരോപാസന മാർഗങ്ങളിലും വെച്ച് സരളവും അതേസമയം ശക്തവുമായ ചര്യയാണ് നാമജപം. വിശ്വാസപൂർവമായ നാമജപത്തിലൂടെ ഭക്തിയും ശ്രദ്ധയും താനേ വളർന്നു വരും. പരമമായ ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായത് നാമജപമാണ്. ദൈവം ഇങ്ങനെ നേരിട്ടൊന്നും ആർക്കും അകമ്പടി സേവിക്കുന്നില്ല. ഭക്തിയിലെത്താനുള്ള ഏതൊരു ശ്രമവും ഭഗവാന് പ്രിയങ്കരമാണ്. മടികൂടാതെ ഈശ്വരനാമം പാടുക. അപ്പോൾ തന്നെ ജീവിതം വിജയകരമാണെന്ന് കാണാം. വിവേകവും വിശേഷ ബുദ്ധിയും കൊണ്ട് വിദ്യ ലഭിക്കില്ല, എന്നാൽ ഇത് വിനയം കൊണ്ട് സാധിക്കും. വിനയം ഈശ്വര ഭക്തിയിലൂടെ സാധ്യമാകും. നിരന്തരമായ ശ്രമം കൊണ്ട് വിജയം കൈവരും നിശ്ചയം. പഞ്ചേന്ദ്രിയ ധർമ്മങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ ദൈവത്തെ അറിയാനുള്ള തൃഷ്ണയാണ് യഥാർത്ഥ ജ്ഞാനമെന്നും അതിൻ്റെ സമ്പാദനത്തിലാണ് ആത്മാവിൻ്റെ സന്തോഷവും സംതൃപ്തിയും കുടികൊള്ളുന്നത് എന്നും കാണാം. പ്രബുദ്ധജ്ഞാനത്താൽ മനുഷ്യൻ പൂർണ്ണനായി തീരുകയും അവൻ മനുഷ്യ സൃഷ്ടികളിൽ വെച്ച് ഉത്തമനാവുകയും ചെയ്യും. ത്രികാലജ്ഞാനിയായ വില്ലുമംഗലം സ്വാമിയാരുടെ തത്വചിന്താപരവും ഭക്തിരസപ്രധാനവുമായ തിരുവായ് മൊഴികൾ കേട്ട് കോരിത്തെരിച്ച കുറൂരമ്മ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ തൃപാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് നമസ്കരിച്ചു. അമ്മയെ പൂർണ്ണമായും മനസ്സിലാക്കിയ സ്വാമിയാരും ആ ദിവ്യപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ചെമ്മങ്ങാട്ട് നമ്പൂതിരിയും കുറൂരമ്മയും വില്ലുമംഗലം സ്വാമിയാരുമായി കുറച്ച് അടുത്തിടപഴകി. അങ്ങനെ തുടങ്ങിയപ്പോഴേക്കും അവർക്ക് തമ്മിൽ കാണണമെന്നായി. ഭവനങ്ങൾക്കു തമ്മിൽ വളരെ അന്തരം. ഒരു ദിവസം കാൽനടയായി സഞ്ചരിക്കാനുള്ള വഴിയുണ്ട്. വില്ലുമംഗലം വടക്കുന്നാഥനിൽ ദർശനത്തിനെത്തുമ്പോഴാണ് അവർ തമ്മിൽ കാണുക. ഒടുവിൽ സ്വാമിയാർ തന്നെ അതിനൊരു പരിഹാരവും കണ്ടെത്തി. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് കുറൂരമ്മയും ചെമ്മങ്ങാട്ട് നമ്പൂതിരിയും. ഇരുവരെയും സ്വാമിയാരുടെ ജന്മനാടായ പുത്തൻചിറയിലേക്ക് കൊണ്ടുവരുവാൻ സ്വാമിയാർ തന്നെ തീരുമാനിച്ചു. വില്ലുമംഗലത്തിനും സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. മേച്ചേരി നമ്പൂതിരിയും വില്ലുമംഗലത്തെ കളരിക്കുറുപ്പും മാത്രമേ സൗഹൃദത്തിനുള്ളൂ. കുറൂരമ്മയ്ക്കും ചെമ്മങ്ങാടിനും വളരെ സന്തോഷമെന്ന് കണ്ടപ്പോൾ സ്വാമിയാരുടെ ഇല്ലത്തിന് തൊട്ട് വടക്ക് ഭാഗത്ത് കുറൂരില്ലവും തെക്ക് ഭാഗത്ത് ചെമ്മങ്ങാട്ടില്ലവും പണി തീർത്ത് അവരെ പാർപ്പിച്ചു. 100 ഏക്കറിലധികം ഭൂസ്വത്തുള്ള സ്വാമിയാർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നിയതേയില്ല. അങ്ങനെ പുത്തൻചിറ തെക്കും മുറി ദേശത്ത് 3 ദിവ്യാത്മാക്കളുടെ അപൂർവ സംഗമത്തിന് ഇങ്ങനെ വേദിയായി. സ്വാമിയാരെ പോലെ കുറൂരമ്മയും കണ്ണന് മകനായി ലാളിച്ചു കൊണ്ട് നടന്നു. കുറൂരമ്മയുടെ നിഷ്കാമ ഭക്തിയിൽ ആർദ്രചിത്തനായ ഭഗവാൻ സ്വന്തം അമ്മയോടെന്ന പോലെയാണ് അവരെ കണ്ടിരുന്നത്. അമ്മയ്ക്കും മകനും തമ്മിൽ ഇണക്കവും പിണക്കവും പരിഭവങ്ങളും ഒടുവിൽ ഇരുവരും പരസ്പരം ക്ഷമിച്ച് ഒന്നാവലും നിത്യസംഭവങ്ങളായിരുന്നു. വില്ലുമംഗലം സ്വാമിയാർ കണ്ണനെ മകനായും കളിക്കൂട്ടുകാരനായും കൂടെ കൊണ്ട് നടന്നപ്പോൾ കുറൂരമ്മയുടെ മുമ്പിൽ കണ്ണൻ മകനായും അതേസമയം ദാസനായും ഭാവിച്ചു. കുറൂരമ്മയ്ക്ക് സുഖമില്ലാതെ കിടപ്പിലായി. ആരും തുണയില്ലാതെ വിഷമിച്ച പല സന്ദർഭങ്ങളിലും അയൽപ്പക്കത്തെ ഉണ്ണിയായി വന്ന് അടുക്കളപ്പണി വരെ ചെയ്തു സഹായിച്ചിട്ടുണ്ട്. കുറൂരമ്മ പലപ്പോഴും കണ്ണനെ തിരിച്ചറിയാറില്ലെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ സ്വാമിയാർക്കാണെങ്കിൽ അത് ജ്ഞാനദൃഷ്ടിയിൽ തെളിയും. സ്വാമിയാരെ പറ്റിച്ച് കണ്ണന് ഒന്നും ചെയ്യാനാവില്ല. എല്ലായിടത്തും സ്വാമിയാരുടെ കണ്ണെത്തും. കണ്ണനെ മകനായി ലാളിച്ചു കൊണ്ട് നടന്ന് വർഷങ്ങളേറെ കടന്നുപോയത് കുറൂരമ്മ പോലും അറിഞ്ഞില്ല. ഓണവും വിഷുവും തിരുവാതിരയും രാത്രിയും പകലും വേനലും വർഷവും മഞ്ഞും മഴയും പിറന്നാളും ഒന്നും കുറൂരമ്മ ശ്രദ്ധിക്കാറില്ല. നിത്യവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഈറനായിട്ട് പൂജാമുറിയിൽ കയറിയാൽ പിന്നെ കുറൂരമ്മയ്ക്ക് മറ്റൊരു ചിന്തയില്ല. മുന്നിൽ കണ്ണൻ്റെ ദിവ്യരൂപം മാത്രം. അപ്പോൾ ചുണ്ടിൽ തിരുനാമ സങ്കീർത്തനങ്ങളും കാണുന്നതും കേൾക്കുന്നതും എല്ലാം കൃഷ്ണമയം.
കണ്ണൻ കൂട്ടിനുള്ളത് കൊണ്ട് ചെറിയ ചെറിയ അസുഖങ്ങൾ പോലും കുറൂരമ്മയെ ബാധിക്കുന്നില്ല. ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച ഈ ശരീരത്തിന് യാതൊരു അസുഖങ്ങളും ഭഗവാൻ വരുത്താറില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കുറൂരമ്മ മരുന്ന് കഴിച്ചിട്ടില്ല. അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്ന് നിത്യവും ജപിച്ചോളൂ. നാമത്രയം കുറേ സംഖ്യ കഴിയട്ടെ, എല്ലാം ഭേദമാവുമെന്ന് വയറുവേദനയുമായി വന്ന തിരുമേനിക്ക് പറഞ്ഞു കൊടുത്ത അതേ മരുന്ന് തന്നെയാണ് കുറൂരമ്മയും നിത്യവും സേവിച്ചു വരുന്നത്. തിരുനാമ സങ്കീർത്തനങ്ങൾക്ക് ഔഷധത്തേക്കാൾ ശക്തിയുണ്ടെന്ന് കുറൂരമ്മ പല സന്ദർഭങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. ഭക്തിയും ജ്ഞാനവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഭക്തിയുടെ ഉയർന്ന നിലയിലെത്തിയാൽ അത് ജ്ഞാനം. ഭാഗവതം നാമപുരാണമാണ്. അപ്പോൾ നാമത്തിൻ്റെ മഹത്വം പ്രകാശിപ്പിക്കുന്ന കൃതി. തിരുനാമം കൊണ്ട് തീരാത്ത പാപങ്ങളില്ല. എല്ലാവരും എളുപ്പത്തിൽ പ്രായോഗികമാക്കുന്നതാണ് ഭഗവാന്റെ തിരുനാമം. ഭഗവാനെ ആശ്രയിച്ച് കഴിയുന്ന ഒരാൾ അധപ്പതിച്ച് പോയാൽ തന്നെ ഭഗവാൻ അയാളെ കരകയറ്റും. ആശ്രിത വത്സലനും ആപത് ബാന്ധവനുമാണ് ഭഗവാൻ. സന്തത സഹചാരിയായി ഭഗവാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ജീവിതത്തെക്കുറിച്ച് യാതൊരു അശുഭചിന്തകളും കുറൂരമ്മയുടെ മനസ്സിൽ ചേക്കേറിയിരുന്നില്ല. എന്നാൽ ഈയിടെയായി ചില അശുഭചിന്തകൾ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. തൻ്റെ കാലം കഴിയാറായി എന്നൊരു തോന്നൽ. മനസ്സ് സഞ്ചരിക്കുന്നിടത്തേക്ക് ശരീരം എത്തുന്നില്ല. എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായി. കുളിയും തേവാരവും മുടങ്ങുന്നു. ബാക്കിയായത് നാമജപം മാത്രം. വയ്യാണ്ടായി എന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ കുറൂരമ്മ സ്വാമിയാരെ വിളിപ്പിച്ചു. സ്വാമിയാരോടൊപ്പം ചെമ്മങ്ങാട്ട് നമ്പൂതിരിയും എത്തിയിട്ടുണ്ട്. 2 ദിവ്യന്മാർ മുന്നിലിരിക്കെ കുറൂരമ്മ സ്വാമിയാരോട് തിരക്കി, എന്നാണ് അവൻ്റെ മടക്കം? സ്വാമിയാരോട് വല്ലതും പറയണ്ടായോ? അധികം ഇല്ലയെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കുറൂരമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ സ്വാമിയാർക്ക് ചിരിയാണ് വന്നത്. അവിടെ ആയാലും ഇവിടെ ആയാലും ഭഗവാൻ തുണയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര തിടുക്കം എന്നാണ് സ്വാമിയാർ കുറൂരമ്മയോട് പറഞ്ഞത്. ഇന്നാലും എനിക്കൊന്ന് അറിയണമെന്നുണ്ട്, അത്ര തന്നെ. അപ്പോൾ ഇന്നാവാം. കുറൂരമ്മയുടെ സ്ഥിതി ഇത്തിരി മോശമാണെന്ന് കണ്ടപ്പോൾ ചെമ്മങ്ങാട്ട് നമ്പൂതിരി ഇല്ലത്തേക്ക് മടങ്ങിയില്ല. അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ ദാസിമാരെ ഏർപ്പാടാക്കി. ദീപാരാധനയ്ക്ക് ഒരുക്കാനായി സ്വാമിയാർ നേരത്തെ മടങ്ങിയിരുന്നു. ചെമ്മങ്ങാട്ട് നമ്പൂതിരി കുറൂരില്ലത്തിരുന്ന് ചോറ്റാനിക്കര അമ്മയെ ഭജിച്ചും ജപിച്ചും സമയം കഴിച്ചുകൂട്ടി. സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് കണ്ണൻ ദർശനം നൽകിയപ്പോൾ സ്വാമിയാർ കുറൂരമ്മയുടെ മടക്കയാത്രയെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. കർമ്മബന്ധം ഒടുങ്ങി, സ്വർഗവാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഭഗവാന്റെ തിരുമൊഴി ഉടനെ തന്നെ സ്വാമിയാർ കുറൂരമ്മയെ ചെന്നറിയിച്ചു. സന്തോഷം കൊണ്ട് കുറൂരമ്മയുടെ കണ്ണു നിറഞ്ഞു. കൈകൾ നെഞ്ചോട് ചേർത്ത് ഭക്തിപൂർവ്വം കുറൂരമ്മയുടെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചു. ഇത്രയും കാലം ഭഗവാനോടൊത്ത് ജീവിക്കാൻ കഴിഞ്ഞുല്ലോ, മഹാഭാഗ്യം. നിറഞ്ഞ കൃഷ്ണഭക്തിയിൽ ലയിച്ച് കണ്ണനെ പൊന്മകനായി ലാളിച്ചു കൊണ്ടു നടന്ന നിഷ്കാമഭക്തിയുടെ പ്രതീകമായ കുറൂരമ്മ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അന്ത്യദർശനത്തിനായി കാത്തുകിടന്നു. ശ്രീ വില്ലുമംഗലം സ്വാമിയാർക്കും ഭക്തകവി പൂന്താനത്തിനും ഭഗവാൻ സ്വർഗാരോഹണത്തിന് വഴിയൊരുക്കി. സ്വർഗരഥത്തിലെത്തി അവരെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതായി പുരാണം പറയുന്നുണ്ട്. എന്നാൽ കുറൂരമ്മയുടെ ജീവിതാന്ത്യം എങ്ങനെയായിരുന്നുവെന്നതിന് വ്യക്തമായ സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ ശ്രീ ഗുരുവായൂർ ക്ഷേത്രം അതിൽക്കകത്ത് കണ്ണൻ്റെ സഹോദരിയായി സങ്കല്പിക്കുന്ന ഇടത്തരികത്തുകാവിലെ മായാദേവിയിൽ കുറൂരമ്മ വിലയനം ചെയ്തു എന്നാണ് കുറൂരില്ലക്കാരുടെ അടിയുറച്ച വിശ്വാസം. കുറൂരമ്മയുടെ ജീവിതകാലം വില്ലുമംഗലം സ്വാമിയാരുടെ ജീവിതകാലമായി മഹാകവി ഉള്ളൂർ സമർത്ഥിക്കുന്ന 13-ാം നൂറ്റാണ്ടാണെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. കൊല്ലവർഷം 1119 കുറൂരില്ലത്ത് വെച്ച് നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ കുറൂരമ്മയുടെ കാലം കഴിഞ്ഞിട്ട് 750-നും 800-നും ഇടയ്ക്ക് വർഷമായിട്ടുണ്ടെന്ന് കണ്ടെത്തി. അമ്മയ്ക്ക് ശേഷവും കുറൂരില്ലത്തെ പൂജാമുറിയിൽ പതിവ് പോലെ കണ്ണനെ പൂജിച്ചാരാധിച്ചു കൊണ്ടിരുന്നു. കാലം പിന്നിടുന്തോറും കുറൂരില്ലത്തേക്ക് വേളി കഴിച്ചു കൊണ്ടുവരുന്ന സ്ഥാനം കൊണ്ട് ഏറ്റവും മൂത്ത അന്തർജനത്തെ കുറൂരമ്മയായി ഇങ്ങനെ അവരോധിച്ചു പോന്നു. പിന്നീട് എപ്പോഴോ ഒരു അന്തർജനത്തിന് വാർദ്ധക്യ സഹജമായ അസുഖം മൂലം പൂജ മുടങ്ങി. പിന്നെ കുറൂരില്ലത്ത് കണ്ണന് പൂജ ഇല്ലാതായി. അഷ്ടമംഗല്യ പ്രശ്നത്തിൽ കണ്ണന് കുറൂരില്ലക്കാരോടുള്ള പരിഭവം തെളിഞ്ഞു കാണുകയുണ്ടായി. പാലക്കാട്ടെ പുറയന്നൂർ മനയിൽ നിന്ന് ഗൗരി അന്തർജനത്തെ വേളി കഴിച്ചു കൊണ്ടുവന്ന് കുടിയിരുത്തിയ ആ കുറൂരില്ലം കാലപ്പഴക്കത്തിൽ വിസ്മൃതിയിലാണ്ടുപോയി. ഇന്നത്തെ കുറൂരില്ലത്തിൻ്റെ കുറച്ച് തെക്ക് ഭാഗത്തായിട്ടായിരുന്നു പഴയ ഇല്ലത്തിൻ്റെ സ്ഥാനം. കുറൂരില്ലക്കാരും പാലക്കാട്ട് നിന്ന് കുടിയേറി പാർത്തവർ തന്നെ. ഇല്ലത്തിന് കുറച്ച് വടക്ക് ഭാഗത്തായി കുറൂരില്ലക്കാരുടെ ആരാധനാമൂർത്തിയായ മഹാവിഷ്ണുവും ചെമ്മങ്ങാട്ട് നമ്പൂതിരിയുടെ ആരാധനാമൂർത്തിയായ ശിവനും ഒരേ മതിൽക്കെട്ടിനകത്തു തന്നെ കുടികൊള്ളുന്നുണ്ട്. കുറൂരില്ലത്തെ ശാന്തിക്കാരൻ തന്നെയാണ് ചെമ്മങ്ങാട്ടെ ശിവനെയും പൂജിക്കുന്നത്. ദിവസവും 2 നേരം വച്ചുനേദ്യമുണ്ട്. ഇല്ലം വക ക്ഷേത്രമായതുകൊണ്ട് ഇവിടെ പണ്ട് മുതലേ തന്നെ പുറമേ നിന്നുള്ളവർ ദർശനത്തിന് എത്തുന്നത് പതിവില്ല.
ചെമ്മങ്ങാട്ട് നമ്പൂതിരിയും തികഞ്ഞൊരു ചോറ്റാനിക്കര ദേവി ഭക്തനായിരുന്നു. അനവധി കാലം അദ്ദേഹം ചോറ്റാനിക്കരയിൽ തന്നെയായിരുന്നു താമസം. മനസ്സിന്റെ സമനില തെറ്റി അമ്മയുടെ തിരുമുമ്പിൽ ഉറഞ്ഞു തുള്ളി അഭയം തേടി എത്തുന്നവർക്ക് ചരട് ജപിച്ചു നൽകി സാന്ത്വനിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്പൂതിരി വീട്ടിൽ തിരിച്ചെത്തുന്നത്. കുറൂരില്ലത്തിന്റെ കൺവെട്ടത്ത് തന്നെയായിരുന്നു ചെമ്മങ്ങാട്ടില്ലവും. ചെമ്മങ്ങാടിന് കുറൂരില്ലവുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു. അദ്ദേഹം അവസാനകാലം കഴിച്ചുകൂട്ടി മരണപ്പെട്ടത് കുറൂരില്ലത്ത് വെച്ചായിരുന്നുവെന്ന് വിശ്വസിച്ചു വരുന്നുണ്ട്. ശ്രീ വില്വമംഗലം സ്വാമിയാരുടെ ജീവിതകാലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും സ്വാമിയാർക്ക് തൃക്കണാമതിലകത്തെ ചിന്താമണി എന്നു പേരുള്ള നായർ സ്ത്രീയുമായുള്ള ബന്ധത്തെക്കുറിച്ചും മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രം 1-ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കുറൂരമ്മയെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വെറും ഐതിഹ്യ കഥകൾ മാത്രമാണ്. കുറൂരമ്മയും വില്വമംഗലം സ്വാമിയാരും ചേർന്നുള്ള ഐതിഹ്യ കഥകൾ പ്രചാരത്തിലുള്ളതുകൊണ്ട് ഇവർ സമകാലികരായിരുന്നുവെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം. പാലക്കാട്ടെ പുറയന്നൂർ മനയിലെ ഗൗരി അന്തർജനം കുറൂരില്ലത്തെ കുറൂരമ്മയായി തീർന്നതിന് പിന്നിലുള്ള കഥ. കുറൂരമ്മയുടെ മാതാപിതാക്കൾ ആരായിരുന്നു? കുറൂരില്ലത്തെ ഏത് നമ്പൂതിരിയാണ് അമ്മയെ വേളി കഴിച്ചു കൊണ്ടുവന്നത്? അവർക്ക് മക്കൾ ഉണ്ടായിരുന്നുവോ? കുറൂരില്ലത്തെ കാരണവന്മാർ കൈമാറി വന്ന കഥകളിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമുണ്ടായിരുന്നില്ല. 15-ാം വയസ്സിൽ വേളി കഴിഞ്ഞ് കുട്ടിത്തം വിട്ടുമാറാത്ത പ്രായത്തിൽ കുറൂരില്ലത്തെത്തി അധികം വൈകാതെ വൈധവ്യം ഏറ്റുവാങ്ങിയ ഗൗരിയുടെ ദുര്യോഗം ഇല്ലത്തെ കാരണവരായ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ വാക്കുകളിൽ വേദനയോടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാ വർഷവും കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രം കുറൂരമ്മയുടെ ജന്മദിനമായി ഗുരുവായൂരിൽ ആഘോഷിച്ചു വരുന്നതുകൊണ്ട് അമ്മയുടെ ജന്മദിനം കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രമാണെന്ന് കണക്കാക്കാം. പുതിയ കാലഘട്ടങ്ങളിൽ ഗുരുവായൂർ നായർ സമാജം വനിതാ വിഭാഗം അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, കുറൂരമ്മയുടെ പ്രതിമയിൽ ഹാരാർപ്പണം, ഗണപതി ഹോമം, മമ്മിയൂർ ക്ഷേത്രം സരസ്വതി മണ്ഡപത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണ ലക്ഷാർച്ചന, അന്നദാനം തുടങ്ങിയ പരിപാടികളോടെ കുറൂരമ്മയുടെ ജന്മദിനം ഗംഭീരമായി ആഘോഷിച്ചു വരുന്നുണ്ട്. വില്വമംഗലത്തിന് ശേഷം നടുവിൽ മഠത്തിൽ നിന്ന് കുറൂരില്ലത്തേക്ക് ഭിക്ഷയുണ്ടായിട്ടില്ല. 1119 അഷ്ടമംഗല്യ പ്രശ്നത്തിന് ശേഷം തെക്കേ മഠത്തിൽ ഭിക്ഷ തുടങ്ങി വെച്ചെങ്കിലും ഇന്നത് തുടരുന്നില്ല. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി കുറൂരില്ലത്തിന് 5 അവാന്തര വിഭാഗങ്ങളുണ്ട്. എന്നാൽ അടാട്ട് കുറൂരില്ലത്തോളം പേരും പെരുമയും മറ്റില്ലക്കാർക്ക് കിട്ടിയിട്ടില്ല. അടാട്ടില്ലത്തെ ആണുങ്ങൾക്ക് മാത്രമേ നമ്പൂതിരിപ്പാട് എന്ന പദവിയുള്ളൂ. ഈ 5 ഇല്ലക്കാരും അങ്കിരസ് ഗോത്രത്തിൽ പെട്ടവരാണ്. ഇവർക്ക് തമ്മിൽ പരസ്പര വേളി പതിവില്ല. കുറൂരമ്മയ്ക്ക് ശേഷം ആ സ്ഥാനം അലങ്കരിച്ചു പോന്ന ഒരു മുത്തശ്ശി അന്തർജനം ഒരിക്കൽ വടക്കുംനാഥനിൽ ദർശനത്തിനിങ്ങനെ എത്തി. കുറൂരമ്മയിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായി ആ അമ്മയ്ക്ക് ആഭരണങ്ങളിലൊക്കെ വലിയ ഭ്രമമായിരുന്നു. ശ്രീ പാർവതിയുടെ മുൻപിൽ തൊഴുതു നിൽക്കുമ്പോൾ ദേവിയുടെ ആഭരണങ്ങളിൽ മുത്തശ്ശിയുടെ മനസ്സുടക്കി. അവർ ഇങ്ങനെ തൊഴുതിറങ്ങിയപ്പോൾ സംഭവിച്ച മഹാത്ഭുതം അവിശ്വസനീയം. ദേവിയുടെ കഴുത്തിൽ കിടന്ന് മിന്നിത്തിളങ്ങിയ ആഭരണങ്ങളൊക്കെ ഇപ്പോൾ മുത്തശ്ശിയുടെ കഴുത്തിൽ. അവർ പരിഭ്രമത്തോടെ ശ്രീ പാർവതിയുടെ മുമ്പിൽ പ്രണമിച്ച് മാപ്പിരുന്നപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ആഭരണങ്ങളെല്ലാം ദേവി തിരിച്ചെടുത്തു. രസകരമായ ഒരു സ്വപ്നം പോലെയെല്ലാം വളരെ കുറച്ചു സമയം കൊണ്ട് ശുഭമായി പര്യവസാനിച്ചു. ഈ സംഭവത്തിന് ശേഷം കുറൂരില്ലത്തെ സ്ത്രീകൾ വടക്കുംനാഥനിൽ ദർശനത്തിന് പോകുന്ന പതിവില്ലായിരുന്നു. ഏകദേശം 300 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്നത്തെ കുറൂരമ്മയ്ക്ക് വടക്കുംനാഥനിൽ പോയി തൊഴണമെന്ന് മോഹമുദിച്ചു. അമ്മയുടെ ആഗ്രഹത്തിന് ആരും എതിര് പറയുന്ന പതിവില്ല. കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും അറിവുള്ളതാണല്ലോ. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അമ്മ തൊഴുതു പ്രാർത്ഥിച്ച് വടക്കുംനാഥൻ്റെ നടയിറങ്ങി. അമ്മ തമ്പുരാട്ടി കുറൂരില്ലത്ത് തിരിച്ചെത്തുന്നതിന് മുമ്പേ അശുഭ വാർത്തകളുമായി വടക്കുംനാഥൻ്റെ ദൂതരെത്തി. ശ്രീ പാർവതിയുടെ പൊന്നിൻ ഗോളക കാണാനില്ല. കുറച്ചു മുമ്പ് വരെ പൊന്നിൻ ഗോളക മേൽശാന്തിയുടെ കൺവെട്ടത്തുണ്ടായിരുന്നു. കുറൂരില്ലത്തെ അമ്മ തമ്പുരാട്ടി ദർശനം നടത്തി തിരിച്ചു പോയതിനു ശേഷമാണ് പൊന്നിൻ ഗോളക അപ്രത്യക്ഷമായിരിക്കുന്നത്. മേൽശാന്തി ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് മോഷണം പോകാനുള്ള സാധ്യതയും കാണുന്നില്ല. പിന്നെ മുമ്പൊരിക്കൽ കുറൂരില്ലത്തെ അമ്മ തമ്പുരാട്ടി തൊഴുതിറങ്ങിയപ്പോഴുണ്ടായ സംഭവങ്ങൾ ഓർമ്മയിൽ ഉള്ളതുകൊണ്ട് അന്വേഷകർ നേരെ കുറൂരില്ലത്തെത്തി. സംഭവത്തെക്കുറിച്ച് അമ്മയ്ക്കൊന്നും അറിയില്ല. തൊഴുതില്ലത്തെത്തി, അത്രമാത്രം. പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്? പൊന്നിൻ ഗോളക നഷ്ടപ്പെട്ടു എന്നത് നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഈ സംഭവത്തിന് കൂടി സാക്ഷിയായപ്പോൾ ഇനിമേൽ കുറൂരില്ലത്ത് നിന്ന് ആരും തന്നെ വടക്കുംനാഥനിൽ ദർശനത്തിന് പോകണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. കുറൂരമ്മയ്ക്ക് ശേഷം 8 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വടക്കുംനാഥനിൽ പോയി പുറത്തുനിന്ന് തൊഴുതു ദർശന പുണ്യം നേടുന്നു. ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മഞ്ഞ വസ്ത്രങ്ങളാണ് ഏറ്റവും അഭികാമ്യം. ശ്രീകൃഷ്ണ ഭഗവാനും ചില ദേവിമാരും മഞ്ഞ വസ്ത്രം ധരിക്കുന്നതിൻ്റെ മഹാത്മ്യത്തെ വിളിച്ചറിയിക്കുന്നു. കറുപ്പ്, നീല, പച്ച വസ്ത്രങ്ങൾ ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതിന് അഭികാമ്യമല്ല.
ക്ഷേത്രത്തിലെ ഈശ്വര ചൈതന്യമാകുന്ന കാന്തിക പ്രഭാവം ഭക്തന്റെ ശരീരത്തിലേക്ക് സംക്രമിക്കുമ്പോൾ മഞ്ഞ വസ്ത്രം അത് സവിശേഷമായി ഏറ്റുവാങ്ങുന്നു. ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ പുരുഷന്മാർ ഷർട്ട് ധരിക്കരുതെന്ന് നിഷ്കർഷിക്കുന്നതിന് കാരണം ഭഗവത് ചൈതന്യം പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ പുരുഷന്മാരുടെ നെഞ്ചിലും സ്ത്രീകളുടെ കഴുത്തിലുമാണ് അത് ഏറ്റുവാങ്ങുന്നത്. ഭഗവത് ചൈതന്യം ഭക്തൻ ഏറ്റുവാങ്ങുന്നത് പോലെ ഭക്തനിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാന്തിക പ്രഭാവം ഭഗവാനിലേക്കും സംക്രമിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ പേർ ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിന് ചൈതന്യമേറുന്നത്. ഭക്തിയുടെ പരകോടിയിലെത്തിയ ഒരുവന് ഭഗവത് ചൈതന്യം തന്നിലേക്ക് പ്രവഹിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്നു. ഭക്തന്റെ ഹൃദയത്തിലേക്ക് ഒരു വിദ്യുത് പ്രവാഹം അതേപോലെ വന്നണയുന്നു. അവിടെ ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന അസുലഭ നിമിഷങ്ങൾ സംജാതമാകുന്നു. ഈ അടുത്ത കാലത്തൊരിക്കൽ തിരുനാമ ആചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി കുറൂരില്ലം സന്ദർശിക്കാൻ എത്തുന്നതായി ഒരറിയിപ്പുണ്ടായി. കുറൂരില്ലക്കാരും അടാട്ട് ഗ്രാമവാസികളും ചേർന്ന് തിരുനാമാചാര്യനെ വരവേൽക്കാനായി വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് കുറൂരില്ലത്ത് എത്തിച്ചേരാനായില്ല. ഒരുപക്ഷെ ആചാര്യന് കുറൂരില്ലത്ത് എത്തിച്ചേരാനുള്ള സമയമായിട്ടില്ലായിരിക്കാം. ഒരു കാലഘട്ടത്തിൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി നിലനിന്നിരുന്ന കുറൂരില്ലം ഇന്ന് വിസ്മൃതിയിലാണ്ടുപോയി. പുതിയ തലമുറയിലെ കുട്ടികൾ കുറൂരില്ലം കാലത്തിനൊത്ത് പരിഷ്കൃതമാക്കിയപ്പോൾ അമ്മയുടെ പൂജാമുറി പോലും അവർക്ക് അന്യമായി. തൃശൂർ നഗരത്തിൽ നിന്ന് 5-8 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമവും കഴിഞ്ഞ് അടാട്ട് ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ ബസ് റൂട്ട് അവസാനിക്കുന്നിടത്തു നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ ഇന്നത്തെ കുറൂരില്ലം കാണാം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പുറമേ നിന്ന് വരുന്ന അപൂർവം ചില ഭക്തന്മാർ മാത്രം പരമഭക്തയായ കുറൂരമ്മയുടെ ആസ്ഥാനം തേടി കുറൂരില്ലത്ത് എത്തിച്ചേരുന്നുണ്ട്. അതേസമയം പുത്തൻചിറ തെക്കുംമുറി ദേശത്ത് വില്ലുമംഗലം സ്വാമിയാരുടെ ആസ്ഥാനമായി കരുതുന്ന ആനപ്പാറയ്ക്ക് തൊട്ടടുത്തായി കുറുപ്പറമ്പ് എന്ന പേരിൽ ഇന്ന് നിലനിന്നു പോരുന്ന പുരാതനമായ നായർ തറവാട് ഇന്നത്തെ തലമുറയുടെ കൺമുമ്പിൽ നിന്നാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് നാമാവശേഷമായത്. സ്വാമിയാരുടെയും കുറൂരമ്മയുടെയും ഇല്ലങ്ങൾക്കിടയിലായി അവർ കുളിച്ചുകൊണ്ടിരുന്ന ദേവാരക്കുളം ഈ അടുത്ത കാലം വരെ വളരെ പവിത്രതയോടെ കാത്തു സൂക്ഷിച്ചു വന്നിരുന്നു. വില്ലുമംഗലത്ത് നമ്പൂതിരിക്ക് തൃക്കണാമതിലകത്തെ ചിന്താമണിയുടെ ഗ്രഹത്തിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴി തോണിയാത്രയ്ക്കിടയിൽ പുഴയിൽ നിന്ന് കിട്ടിയ ബാലഗോപാലനെ ഇല്ലത്ത് കുറച്ചടുത്തായി പാറക്കൂട്ടങ്ങൾക്ക് നടുവിൽ ഒരു വട്ട ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠിച്ചുവെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ക്ഷേത്രം പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ശ്രീ വില്ലുമംഗലം സ്വാമിയാർക്ക് പ്രതിഷ്ഠയായുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതാണ്. വില്ലുമംഗലത്തിന് ദിവസവും പൂജാസമയത്ത് ദർശനം നൽകിയിരുന്ന ബാലഗോപാലിനെ ഒരിക്കൽ കുറൂരമ്മ കലത്തിനടിയിലിട്ടടച്ച കഥയും പ്രചാരത്തിലുണ്ട്. ഐതിഹ്യ കഥകളും ചരിത്രരേഖകളും വിശകലനം ചെയ്യുമ്പോൾ സ്വാമിയാരുടെ വില്ലുമംഗലത്ത് എന്ന നമ്പൂതിരി ഗ്രഹത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കുറൂരില്ലവും ചെമ്മങ്ങാട്ടില്ലവും നിലനിന്നിരുന്നതെന്ന് വ്യക്തമാകുന്നുണ്ട്. 800 വർഷക്കാലം പിന്നിട്ട് കഴിഞ്ഞെങ്കിലും ആ സ്ഥലപ്പേരിന് പോലും ഇന്ന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വില്ലുമംഗലം സ്വാമിയാർ, കുറൂരമ്മ, മാനവേദൻ, സാമൂതിരി രാജാവ് ഇവർ 3 പേരും സമകാലികരും ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിച്ച് പുണ്യം നേടിയവരുമാണ്. വില്ലുമംഗലത്തിന് ഭഗവാൻ ആരാധനാമൂർത്തിയും ഒപ്പം കളിക്കൂട്ടുകാരനുമായിരുന്നു. നിതാന്ത ഭഗവത് സാന്നിധ്യം മൂലം ശ്രീ ശങ്കരാചാര്യരെ പോലെ അഖില ഭാരത പ്രശസ്തനായ ഒരു യോഗീശ്വരനായി ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ഉയർന്നു കഴിഞ്ഞിരുന്നു. പെറ്റമ്മ ദേവകിയും വളർത്തമ്മ യശോദയുമാണെങ്കിൽ സഗുണോപാസന കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ വശീകരിച്ച മാതൃഹൃദയത്തിനുടമയാണ് കുറൂരമ്മ. കൃഷ്ണനാൽ വശീകരിക്കപ്പെട്ട മാതൃരൂപമാണ് കുറൂരമ്മ. വില്ലുമംഗലത്തെ പോലെ കുറൂരമ്മയ്ക്കും താവഴികളില്ലാത്തതുകൊണ്ട് അവരുടെ കഥകൾക്ക് ഐതിഹ്യത്തിൻ്റെ നിറച്ചാർത്തുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ സ്നേഹത്തെക്കുറിച്ചും കുറൂരമ്മയുടെ ഭക്തിയെക്കുറിച്ചുമുള്ള അതിമനോഹരമായ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ കഥകൾ എല്ലാം കേൾക്കുക. അതേപോലെ തന്നെ നമ്മൾ ചോറ്റാനിക്കര ദേവിയുടെ ക്ഷേത്ര മാഹാത്മ്യത്തെക്കുറിച്ചുള്ള കഥകൾ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കുക. ഉണ്ണിക്കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.